ഹലോ നമസ്കാരം, കോയത്തി മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ ഇത് നമ്മുടെ കയ്യിലുള്ള 2 ഡിസ്പോസിബിളായിട്ടുള്ള വാപ്പിംഗ് മെഷീനുകളാണ്. അപ്പോൾ ഇതിന് ഈ ഒരു ഫ്ലേവറിന് ഇത് മാംഗോ ഫ്ലേവറാണ് യെല്ലോ വരുന്നത്. അതിൽ 500 പഫാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു 500 പഫിന് ശേഷം അത് പിന്നെ യൂസ് ഇല്ല, അതായത് പിന്നെ നമ്മളത് ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് കളറിൽ വരുന്നത് ഗ്രേപ്പിൻ്റെ ഫ്ലേവറാണ്. അത് 700 പഫാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇതും യൂസ് ആൻഡ് ത്രോ ആണ്. ഇത് നമ്മുടെ കോക്കോനട്ടിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ 800 പഫിൻ്റെ ആണ്. അപ്പോൾ ആ ഒരു 800 പഫിന് ശേഷം നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങ് പോരുന്നുണ്ട്. പ്രസ് ചെയ്യല്ല, വലിക്കുമ്പോൾ തന്നെ ഇങ്ങ് പോകുന്നു. ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ അതിൻ്റെ ജസ്റ്റ് അടപ്പാണ്. ഇത് വരുന്നത് അതിൻ്റെ ഫ്ലേവറൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ഞിയാണ്. അപ്പോൾ നല്ല മാംഗോയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററിയുടെ പവറിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ പഫൊക്കെ അവർ ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരുപാട് ലിക്വിഡ് അതിൻ്റെ ഫ്ലേവറൊക്കെ ബാക്കിയുണ്ട്, നമ്മുടെ കൈക്കോടെയൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമോയെന്നറിയില്ല. 310 mAh ആണ് ഈ ഒരു ബാറ്ററിയുടെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു യെല്ലോ ഫ്ലേവറിൻ്റെ അകത്ത്. തഗ് ബോട്ടിൻ്റെ വാപ്പിംഗ് മെഷീനാണ്. ഇതിൻ്റെ അകത്തൊരു കോയിലുണ്ട്. അപ്പോൾ ഇതെവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയില്ല. മേ ബി വൈറ്റ് പോർഷൻ്റെ അകത്തായിരിക്കാം. ഇതാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു കോയിൽ. ഈ ഒരു കോയിൽ ചൂടായി ഈ ലിക്വിഡ് അതിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഈ ഒരു പുകയായിട്ട് അത് പുറത്തേക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇത് അവിടെ ഇരിക്കട്ടെ. ഞാൻ കൈയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അടുത്തത് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അടുത്തത് വരുന്നത് ഗ്രേപ്പ് ഫ്ലേവറിൻ്റെ ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിലവിലുള്ള എല്ലാ വാപ്പിംഗ് മെഷീനും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഓരോ വാപ്പിംഗ് മെഷീൻ്റെയും വീഡിയോ സെപ്പറേറ്റായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു സാധനം ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതറിയാവുന്നവരുണ്ടെങ്കിൽ അതും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ ഒരു സാധനം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മളത് ചുറ്റേക്ക് അടിച്ച പാടുകളാണ് ഈ കാണുന്നത്. ഒരു 4-5 അടി അടിച്ചതിന് ശേഷമാണ് ഈ ഒരു ബാക്ക് സൈഡാണ് അതിൻ്റെ പൊട്ടി വന്നത്. മറ്റേ മുകളിലൊന്നും അത് പൊട്ടിയില്ല. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്നൊന്ന് കുത്തിപ്പറിച്ച് നോക്കാം. ഇത് നല്ല ടൈറ്റായിട്ടാണ് അത് കയറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ഫോർക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫോർക്ക് ഇട്ടൊന്ന് കുത്തിപ്പൊളിച്ച് നോക്കാം. അത് സിമ്പിളായിട്ട് തന്നെ ഇറങ്ങി വന്നു. ഈ കാണുന്നതാണ് അതിൻ്റെ ബാറ്ററി. നല്ല ടൈറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ പഞ്ഞി ആ ഫ്ലേവറിൻ്റെ അകത്ത് കുടുങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാറ്ററി 350 mAh ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാറ്ററിക്ക് അനുസരിച്ചിട്ടാണ് അവർ ആ പഫൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോർക്ക് ടീ ഫ്ലേവറും കൂടി ഒന്ന് കുത്തിപ്പറിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ അതാ സംഭവം പുറത്തേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും അകത്തേക്ക് കയറിപ്പോയി. കിട്ടി. ഇതിൻ്റെ ചെറിയൊരു പഞ്ഞിയാണ്. ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ശ്രമിച്ചു നോക്കി. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഈ ഒരു വാപ്പിംഗ് മെഷീൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ മെക്കാനിസം എന്ന് പറയുന്നത് ആ ഒരു ബാറ്ററിയിൽ നിന്നുള്ള പവർ കാരണം ആ കോയിൽ ചൂടാകും. ആ ഒരു ചൂടായ കോയിലിലേക്ക് ഒരു ഫ്ലേവർ ചെല്ലുമ്പോഴാണ് ആ പുക നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള മറ്റൊരു ഐറ്റമാണ് ഇതൊരു ശീശയാണ്. നമുക്ക് പല മോഡുകളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ശീശയാണ്. ഡിസ്പ്ലേ ഒക്കെ വരുന്ന അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഡ്രാഗ് എസ് എന്ന് പറഞ്ഞൊരു മോഡലാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു സിംഗിൾ വീഡിയോ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ കയ്യിൽ നിലവിൽ ഉള്ള വാപ്പിംഗ് മെഷീനുകൾ. ഇതിപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട ശീശ മെഷീൻ, അവിടെ ഡ്രാഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഡ്രാഗ് എസ് എന്നാണ് ഈ ഒരു മോഡലിൻ്റെ നെയിം വരുന്നത്. കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇത്. അതുപോലെ തന്നെ റീചാർജബിൾ ആയിട്ടുള്ളൊരു വാപ്പിംഗ് മെഷീനാണ്. നമ്മൾ ഫ്ലേവറൊക്കെ ഒഴിച്ച് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഐറ്റമാണ്. ഇനി ഈ കാണുന്നത് മൊത്തം ഡിസ്പോസിബിൾ ആയിട്ടുള്ള
മെഷീനുകളാണ് കേട്ടോ. ഇത് നമ്മൾ മുന്നേ കാണിച്ചിരുന്നു കോക്കനട്ടിൻ്റെ ഫ്ലേവർ. ഈ രണ്ടെണ്ണം എയർ ബാറുകളാണ്. ഒരെണ്ണം ഗ്രേപ്പാണ്, ആ നീല വരുന്നത് നേവിയാണ്. ഈ ഗ്രേപ്പാണ് ഇപ്പോൾ നമ്മൾ തല്ലിപ്പൊളിച്ച് നോക്കിയത്. അതുപോലെ ഈ കാണുന്ന 3 തഗ് ബോട്ടിൻ്റെ വാപ്പിംഗ് മെഷീനുകളാണ്. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ബിഗ് ബബൂൾ എന്നാണ് ആ ഒരു നീലയുടെ നെയിം വരുന്നത്. റെഡ് വരുന്നത് വാട്ടർ മെലണുമാണ്.